തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം. പക്ഷേ എല്ലാവരുടെയും സംശയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാർ ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ്. അടുത്ത 6 മാസം 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ ഉണ്ടായിരിക്കുന്നത്. മാസം 1,500 കോടി രൂപ മുതൽ 2,000 കോടി രൂപ വരെ എങ്ങനെ കണ്ടെത്തും? ഇതെല്ലാം ധനമന്ത്രിയുടെ തലവേദനയാണെങ്കിൽ പോലും ഉമേഷ് ബാലകൃഷ്ണൻ അതിലും തലപോയിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. സാധാരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് പോലെ ഒന്നിനു പിറകെ ഒന്നായി മുഖ്യമന്ത്രി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇനി ഈ പദ്ധതികൾക്ക് വേണ്ട പണം കണ്ടെത്തണമല്ലോ. എവിടെയാണ് പണം? എന്താണ് സർക്കാരിൻ്റെ മുന്നിലുള്ള പ്ലാൻ? അതിലേക്കാണ് ഇനി. സാധാരണ ബജറ്റിലാണ് എസ്റ്റിമേറ്റുകൾ പ്രഖ്യാപിക്കുന്നത്, ഒപ്പം പ്രതീക്ഷിക്കുന്ന ചെലവുകളും പ്രഖ്യാപിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് 1,79,476 കോടി രൂപയാണ്. എന്നാൽ എസ്റ്റിമേറ്റ് ആകട്ടെ 1,52,352 കോടി രൂപയും. അതായത് എസ്റ്റിമേറ്റിൽ തന്നെ 27,125 കോടി രൂപ അധികം. ഇതോടൊപ്പം ഈ എസ്റ്റിമേറ്റുകളെല്ലാം നടപ്പിലാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കണം. അതാണെങ്കിൽ ഒട്ട് കിട്ടുന്നുമില്ല. ഇനി എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങളിലേക്ക് വരാം. നിലവിൽ 10,000 കോടി രൂപയെങ്കിലും ശേഷിക്കുന്ന കാലം, അതായത് 6 മാസക്കാലമാണ് കണക്കിലെങ്കിലും 5 മാസക്കാലം ഒരു 10,000 കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാരിന് അധിക ചെലവായി പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ആ 10,000 കോടി രൂപ സർക്കാർ എങ്ങനെയാകും കണ്ടെത്തുക? അതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മാറ്റി നിർത്തിയാൽ ഏറ്റവും സുപ്രധാനമായ ചെലവ് ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ്. നിലവിൽ 900 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു മാസം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടത്. അതായത് 1,600 രൂപ വീതം നൽകാൻ. എന്നാൽ ഇപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ച് അത് 2,000 രൂപയായി മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായി ചെലവ് ഉയരും. നിലവിലെ കണക്കുകൂട്ടൽ പ്രകാരം ഒരു മാസം 208 കോടി രൂപ അധികമായി ചെലവാക്കും. അതായത് ക്ഷേമ പെൻഷന് മാത്രം 1,108 കോടി രൂപ സർക്കാർ അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള സുരക്ഷാ പദ്ധതി, അതായത് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ, അത് ഏകദേശം ഒരു മാസം 317 കോടി രൂപ ചെലവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ കണക്ട് ടു വർക്ക് എന്നുള്ള യുവാക്കളെയും യുവതികളെയും ലക്ഷ്യമിട്ടുള്ള പദ്ധതി, അതിന് ഏകദേശം 50 കോടി രൂപ ഒരു മാസം അധികമായി കണ്ടെത്തേണ്ടി വരും. ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം പുറമെയാണ് ആശ, അംഗനവാടി ജീവനക്കാർക്കുള്ള ഓണറേറിയം വർധനവ്, ഒപ്പം പാചക തൊഴിലാളികൾക്കുള്ള വേതന വർധനവ്, ഒപ്പം സബ്സിഡി തുടങ്ങിയ നിരവധി ചെലവുകൾ സംസ്ഥാന സർക്കാർ മുന്നിൽ കാണേണ്ടി വരും. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ DAയും വലിയ രീതിയിലുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി GST നിരക്ക് കുറച്ചതാണ്. എന്തായാലും GST നിരക്ക് കുറച്ചത് ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ വലിയ രീതിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് ഒരു വർഷം 8,000 കോടി രൂപയുടെ കുറവ് പുതുക്കിയ GST നിരക്ക് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ ഉണ്ടാകുമെന്നാണ്. അതായത് ഇനിയുള്ള ഓരോ മാസവും കുറഞ്ഞത് 700 കോടി രൂപ വീതമെങ്കിലും സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ സാധ്യതയുള്ള വരുമാനത്തിൽ നിന്ന് കുറവ് വരാനും സാധ്യതയുണ്ട്. സാധാരണ ബജറ്റിലാണ് ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ആ തുക എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം ഈ ബജറ്റ് രേഖകളിൽ വേണം. എന്നാൽ നിലവിൽ അത്തരമൊരു രേഖയില്ല. എവിടെയാണ് പണമെന്ന് ചോദിച്ചാൽ മന്ത്രിയുടെ മറുപടി ഇതാണ്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു. ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെൻറ്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിന് കുടിശ്ശികയെന്നും ഇടാൻ സംസ്ഥാന സർക്കാർ ധൈര്യപ്പെടില്ല. കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൊടുക്കാൻ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇതുവരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ചില ഊഹാപോഹങ്ങളിലൂടെ മാത്രം ചില അസംഷൻസ് നടത്താനാകും. അതായത് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ 6 മാസം കാലയളവുണ്ട്. 6 മാസത്തിൽ 5 മാസം സംസ്ഥാനം ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയാൽ മതിയാകും. അതായത് ഈ 5 മാസത്തിന് ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കും. ഈ പ്ലാൻ തയ്യാറാക്കി നിലവിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ അത്യാവശ്യമില്ലാത്ത പദ്ധതികൾ മാറ്റിവെക്കുകയും അത്യാവശ്യമുള്ള പദ്ധതികൾക്ക് മാത്രം പണം അനുവദിക്കുകയും ചെയ്യും. ബാക്കി പണം സ്വാഭാവികമായി ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ജനങ്ങളുടെ കൈകളിലേക്ക് പണങ്ങൾ നേരിട്ടെത്തുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകും. അടുത്ത സാധ്യത കടമെടുപ്പാണ്. എന്നാൽ അതിന് ചില പരിമിതികളുണ്ട്. കേന്ദ്ര സർക്കാർ സാധാരണ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ ഒരു പരിധി നിശ്ചയിക്കാറുണ്ട്. നമ്മൾ കണ്ടതാണ് കിഫ്ബിയുടെ കടം, അത് സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി കണ്ടത്. ഒപ്പം
പെൻഷൻ കമ്പനിയുടെ കടം, അതും സംസ്ഥാനത്തിൻ്റെ പൊതുകടമായി കണ്ട് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയെല്ലാം വെട്ടിക്കുറച്ചത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ മുന്നിലുള്ള മറ്റൊരു വഴി ഇതുതന്നെയാണ്, കടമെടുപ്പ്. അതായത് നേരത്തെ കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കും ചെയ്തതുപോലെ മറ്റേതെങ്കിലും ഒരു കമ്പനി രൂപീകരിക്കുക, ആ കമ്പനിക്ക് വീണ്ടും കടമെടുക്കുക. ആ കടമെടുക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ തടസ്സം വരാൻ ഒരുപക്ഷേ സമയമെടുക്കും, ഈ പറഞ്ഞതുപോലെ കാലയളവെടുക്കും. ആ കാലയളവിന് മുൻപ് തന്നെ ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുക, അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക, തിരിച്ചെത്തുക. ഒരുപക്ഷേ ഏറ്റവും പ്രധാനമായി നടപ്പാക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാനും ഇതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ നിരന്തരമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ്, അത് നടപ്പാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എന്തായാലും സർക്കാർ ഈ പ്രഖ്യാപിച്ച പദ്ധതികൾ അടുത്ത 6 മാസം ജനങ്ങളുടെ കൈകളിലേക്ക് പണമായി എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് സംസ്ഥാന സർക്കാരിന് വോട്ടായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് തർക്ക വിഷയം.